വി.എസ്. അച്യുതാനന്ദൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കാവാലത്ത് ഒളിവിലിരുന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വന്ന ആളാണ്. സിവിലും ക്രിമിനലുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും 49 കേസുണ്ടായിരുന്നു. അതെല്ലാം മറ്റു പാർട്ടിക്കാർ ചെയ്ത, അന്ന് ഇടതും വലതുമേ ഉള്ളൂ. വലതുകാർ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ അച്ഛനൊക്കെ പറഞ്ഞ ഒരു ദിവസം എൻ്റെ അച്ഛനെ കാണാനായിട്ട് വി.എസ്. വരുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്നു. എൻ്റെ വീട് ചെറ്റക്കുടില, അവിടെ വന്നു. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പോലീസ് വളയും, വി.എസിനെ പിടിക്കും, വി.എസ്. വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു അകത്തോട്ട്. എൻ്റെ അമ്മ എൻ്റെ പെങ്ങളെ പ്രസവിച്ചിട്ട് വെറും 5 ദിവസമേ ആയുള്ളൂ, എൻ്റെ 4ാമത്തെ പെങ്ങളെ പ്രസവിച്ചിട്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ കയറി കിടന്നോളാൻ പറഞ്ഞു. കയറി കിടന്നു, ഒരു തുണിയിട്ട് പുതപ്പിച്ചിട്ട് അമ്മ എന്നിട്ട് മാറിക്കളഞ്ഞു. ഒരു കലവുമായിട്ട് വെള്ളം കോരാനും കൊണ്ട് പോയി. ആ സമയത്ത് പോലീസുകാർ വന്നപ്പോൾ എൻ്റെ 2 മൂത്ത പെങ്ങന്മാരോട്, എൻ്റെ മൂത്ത പെങ്ങളിൽ നിന്ന് 85 വയസ്സ് ജീവിച്ചിരിക്കുന്നു ചിങ്ങവനത്ത്, ചേച്ചിയോട് ചോദിച്ചു, വി.എസ്. ഇതിലേ വന്നോന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയത്തില്ലെന്ന് പറഞ്ഞു. വരികയാണെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വി.എസ്. ആ കുഞ്ഞിന്, എൻ്റെ പെങ്ങളെ ഒരു ചെറിയ ഞുള്ളു കൊടുത്തു, കുഞ്ഞ് കരയുന്ന രീതി, പ്രസവിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് അറിയിക്കണമെന്നും പറഞ്ഞ് പോയി. അങ്ങനെ പ്രവർത്തിച്ച് വന്ന ഒരു നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ. എനിക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിരിക്കുക, എങ്കിലും ഞാൻ ചിങ്ങവന കാവാളത്താണ് എൻ്റെ വീട്. ഞാൻ കണ്ട് കാലപ്പുഴ വെച്ച് കണ്ട് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. എൻ്റെ അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച് എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അനിയനും അതുപോലെ എല്ലാവരും വന്നിട്ടുള്ള ആളാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇതുപോലൊരാൾ ഇനി ഉണ്ടാകത്തില്ല.